അസ്മാബി ഫ്രട്ടേണിറ്റിയിലെ കുറച്ചു പേർ ഒരു യാത്ര പോവുകയാണ് ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിലെ മഴ ആസ്വദിക്കുന്നതിന് വേണ്ടി. ജയൻ സാറിൻ്റെ വടയാണ് ആദ്യത്തെ എനർജൈസർ. ബോർഡിംഗ് പോയിന്റിൽ ഞങ്ങളുടെ ഹൗസ് ബോട്ട് പൗർണമി കാത്തു കിടപ്പുണ്ട്. പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ ആദ്യമായി അസ്മാബി ഫ്രട്ടേണിറ്റിയുടെ കൂടെ ടൂർ വരുന്നവരുമുണ്ട്. ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒത്തുചേരൽ. അതിൻ്റെ ഒരു വൈബ് എല്ലാവരിലും കാണാനുണ്ട്. ഒരു 4 ബെഡ്റൂം ഹൗസ് ബോട്ടായിരുന്നു ഞങ്ങളുടേത്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും അപ്പ് സ്റ്റെയറിലേക്ക്. വെൽക്കം ഡ്രിങ്കോട് കൂടി ഒന്ന് സെറ്റിലാവാം. വിശേഷങ്ങൾ ഏറെ പറയാനുണ്ട്. പുന്നമടക്കായലിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ്. ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല മഴയുണ്ട്. ഇത് ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ്. താഴേക്ക് വന്നപ്പോൾ കായലിലെ മഴയ്ക്ക് കുറച്ചുകൂടി സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നു. കായലിൻ്റെ ഇരുവശത്തും ജനങ്ങൾ താമസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമായിട്ടാണ് ആലപ്പുഴയിലെ ഈ ബാക്ക് വാട്ടർ ഏരിയ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴയുടെ പ്രത്യേകത
ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് കായലുമാണ്. അതുകൊണ്ട് തന്നെ ഈ കനാലുകളുടെ സമ്പന്നത കാരണം ഇതിനെ വെനീസ് ഓഫ് ഈസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ആലപ്പുഴ ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ബാക്ക് വാട്ടർ ടൂറിസം. നമുക്ക് ധാരാളം ഹൗസ് ബോട്ടുകൾ അല്ലെങ്കിൽ കെട്ടുവള്ളങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ദിവസം ഏകദേശം 1000-ഓളം കെട്ടുവള്ളങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഡ്രൈവർ പറയുന്നത്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. മഴയൊന്ന് ശമിച്ചപ്പോഴും പക്ഷികൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടോ? ഇനി കുറച്ച് കപ്പയും മീനും, അതിനുശേഷം അല്പം മെമ്മറി ഷെയറിംഗ്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എന്നോട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണ് പറഞ്ഞത്. ഈ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആളൊരു കൊച്ചിന്റെ അടുത്ത് എന്റെ ബാക്കിൽ നിൽപ്പുണ്ടാവും. കോർഡിനേറ്റർ സുമേധൻ സാറെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പുള്ളിക്കാറ്റ് കാണിച്ചു തന്നു. എല്ലാ വയസ്സന്മാരും ഉണ്ട്. ഞങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെടില്ല. പിന്നെ ബീസ് ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനോ എനിക്ക് ആദ്യം ഇപ്പൊ പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ടൂർ അറേഞ്ച് ചെയ്തതിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു. അത് പറയാൻ കാരണം നമ്മുടെ ബന്ധുവിന്റെ കല്യാണത്തിന് കണ്ടപ്പോ എല്ലാവരും കൂടി ചുറ്റും കൂടിയിട്ട് വന്നു. ടീച്ചർ എന്താ ഞങ്ങള് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാശ്മീരിലോ ഹിമാലയത്തിലൊക്കെ അത്യാവശ്യം പോകുമ്പോ എനിക്ക് വരാൻ പറ്റില്ല. നിരപ്പായ സഹോദരന്മാര്, ഈ ജലയാത്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പുതുമയുള്ള കാര്യമല്ല. 6 വർഷക്കാലം കേരളത്തിൽ ഒരുപാട് ഭൂതൗന്ന ട്രെയിനിങ് കോളേജ്, മാലിന്യം, അതുപോലെ മഹാരാജ് കോളേജ് തുടങ്ങിയിട്ടുള്ള കോളേജുകളിലൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഈ ജനസാന്നിധ്യം വളരെ ആസ്വദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ പ്രിൻസിപ്പൽ ഭയങ്കര സ്ട്രിക്റ്റാ. സമയം വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ. അപ്പൊ ആരും ഞങ്ങളല്ലേ സാറ് ആരും കമന്റ് ചെയ്ത സാറ് ടീച്ചിങ്ങിലായിരിക്കുമ്പോ സാറ് 3 മണി കഴിയുമ്പോ പോകും. സ്റ്റാഫിന്റെ കൂടെ പല പ്രാവശ്യമായി എല്ലാവരുടെയും കൂടെ പോരുന്ന സാധാരണ വരെ ഇപ്പോൾ ഉള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ടൂർ പോകുമ്പോൾ പോകില്ല. പിന്നെ ടൂറൊക്കെ പോയി കാണണ്ടേന്ന് വിചാരിക്കുമ്പോൾ ലോകത്ത് 12,000 കോടി സ്ഥലങ്ങളുണ്ട്. എല്ലാം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 1-2 കണ്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എനിക്കത് വിധിച്ചിട്ടില്ല. ഇനി അടുത്ത ടൂർ ഡെസ്റ്റിനേഷനെ കുറിച്ചൊരു ഡിസ്കഷൻ. മലേഷ്യയോ ബാലിയോ സിംഗപ്പൂരോ ബാലി ടൂറ് അത് സംഘടിപ്പിക്കാൻ ഒരു ഡിസ്പ്യൂട്ടൊന്നും ഇല്ലാതെ പാട്ട്
ഇതായി കാണുന്ന പാലം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. ഇതൊരു സ്കൂളാണ്. ഇനി ഞങ്ങൾക്ക് ഒരിടത്ത് നിർത്താനുണ്ട്. ടാറ്റാ. ഇത് പ്രശസ്തമായ നെടുമുടി ഭാഗമാണ്. ഞങ്ങളുടെ കെട്ടുവള്ളത്തിൻ്റെ ഡ്രൈവറുടെ ഒരു ബന്ധുവീട് ആണിത്. അവിടുത്തെ ഒരു കുഞ്ഞുപാവയ്ക്ക് ഞങ്ങൾ ബൈ ബൈ പറയാണ്. ഇതാ നോക്കിക്കോളൂ, ഇവിടെ ഓരോ വീട്ടിലും സ്വന്തമായി ഒരു തോണി ഉണ്ടാകും. അവർ ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തോണിയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടൻ ഏരിയയുടെ പാടശേഖരങ്ങളാണിത്. 1832 മുതൽ 1984 വരെ ഇവിടെയുള്ള ബാക്ക് വാട്ടേഴ്സ്, മെയിനായിട്ടും വേമ്പനാട്ട് കായൽ നികത്തിയെടുത്തതാണ് ഈ പാടശേഖരങ്ങളെല്ലാം. അതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു അധ്വാനത്തിൻ്റെ കഥ തന്നെയുണ്ട്. സീ ലെവലിൽ നിന്നും 4 മുതൽ 10 വരെ അടി താഴെയുള്ള ഈ പാടശേഖരങ്ങൾ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള കൃഷിയിടങ്ങളാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്ന കുട്ടനാടിലെ കർഷകർ പ്രകൃതിയോട് വളരെയധികം മല്ലടിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ പാടശേഖരങ്ങളുടെ മനോഹാരിത കൊണ്ട് ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന സ്പോട്ടുകൾ കൂടിയാണിവ. കായൽ നികത്തിയതോടു കൂടിയാണത്രേ ഇവിടെ ഇത്രയധികം കനാലുകൾ രൂപപ്പെട്ടത്. ഏകദേശം 2 മണിയോടടുത്തായി ഊണിന് സമയമായി. കരിമീനും ചിക്കനും വെജിറ്റബിൾസും എല്ലാം അടങ്ങിയ വിശാലമായൊരു ഊണ് തന്നെയായിരുന്നു.
ദാ ഒരച്ഛൻ സ്നേഹം വാരിക്കോരി മകൾക്ക് വായിൽ വെച്ചു കൊടുക്കുന്നു. സമൃദ്ധമായ ഊണിന് ശേഷം കുറച്ച് പേർക്കൊരു ചെറിയ മയക്കം, കുറച്ച് പേർക്ക് ഒരു വെടിവട്ടം. ആ സമയത്ത് മറ്റു കുറച്ച് പേർ ചെയ്തത് എന്താന്ന് കണ്ടോളൂ. ഇതാ വേമ്പനാട്ട് കായലിൽ ഒരു സ്പീഡ് ബോട്ട് യാത്ര. അങ്ങനെ 5 മണിയോടുകൂടി അസ്മാബി ഫ്രട്ടേണിറ്റിയുടെ ഈ ഗെറ്റ് ടുഗെദർ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ടൂർ ഡെസ്റ്റിനേഷനിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.